മിന്നാമിനുങ്ങിലേക്ക് സ്വാഗതം. യാത്രികനും അന്വേഷകനുമായി അലഞ്ഞുതിരിഞ്ഞ ജീവിതകാലത്ത് ഗ്രീസിലെ ഒരു ഗ്രാമത്തിലെത്തിയ പൗലോ കൊയ്ലോയ്ക്ക് നന്നായി വിശന്നു. കൈവശം പണമില്ല, ഭക്ഷണമിറക്കുവാൻ അഭിമാനം അനുവദിക്കുന്നില്ല. ഒടുവിലൊരു ഹോട്ടലിൽ കയറി വെള്ളം ചോദിച്ചു. കടയുടമ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊരു പ്ലേറ്റ് നിറയെ ഭക്ഷണം നൽകി. പൗലോ കഴിക്കാൻ വിസമ്മതിച്ചു. കടക്കാരൻ നിർബന്ധിച്ചു. എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ ഭക്ഷണം വിലയ്ക്കല്ല നൽകിയത്, വിശപ്പിനാണ്, കടക്കാരൻ പറഞ്ഞു. പൗലോ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആലിംഗനം ചെയ്തു. കാലം കടന്നുപോയി. പൗലോ ലോകമറിയുന്ന എഴുത്തുകാരനായി, കോടീശ്വരനായി. ഒരിക്കൽ പൗലോ അന്നത്തെ ചായക്കടക്കാരനെ ഓർത്തു. അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹത്താൽ ആ പഴയ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമം അവിടെയില്ല, പകരം ഒരു പട്ടണം. ആ ചായക്കടയും കാണാനില്ല. അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് അയാൾ 100 കിലോമീറ്റർ അകലെയുള്ള ഒരു കുഗ്രാമത്തിലേക്ക് പോയി എന്നും കൃഷിക്കാരനായി എന്നും ഇന്ന് ജീവനോടെയുണ്ടോ എന്ന് അറിയില്ലെന്നും അറിഞ്ഞു. പൗലോ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഒടുവിൽ ആ പഴയ ചായക്കടക്കാരനെ കണ്ടുപിടിച്ചു. പഴയ സംഭവം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് ധാരാളം പണമുണ്ട്, ഞാൻ എങ്ങനെ അങ്ങയെ സഹായിക്കണം? പൗലോ ചോദിച്ചു. പുഞ്ചിരി തൂകിയ കൈകൂപ്പി അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി. അങ്ങയുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നെ തേടി വന്നതിന് നന്ദി. എന്നാൽ എൻ്റെ സഹായത്തിന് പകരം സഹായം ചെയ്യാൻ അങ്ങക്ക് കഴിയില്ല. ഞാൻ അങ്ങയെയല്ല, അങ്ങയുടെ വിശപ്പിനെയാണ് സഹായിച്ചത്. അങ്ങന്ന് അനുഭവിച്ച വിശപ്പ് എനിക്കിന്നില്ല. അതുകൊണ്ട് അതുപോലെ എന്നെ സഹായിക്കാൻ അങ്ങക്ക് കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൗലോയുടെ ഹൃദയത്തിൽ തട്ടി. ആ പാദങ്ങളിൽ പൗലോ നമസ്കരിച്ചു മടങ്ങി. സഹായം എന്നത് വ്യക്തിക്കല്ല, ഒരവസ്ഥയ്ക്കാണ് നൽകുന്നത്. അതിനാൽ സഹായം നൽകിയ വ്യക്തിയെ അതേ അവസ്ഥയിൽ സഹായിക്കുവാൻ ഒരിക്കലും നമുക്കാവില്ല. അതിനാൽ ഒരാൾ സഹായം ചോദിച്ചിട്ടല്ല സഹായിക്കേണ്ടത്, ആവശ്യമുള്ളവന്റെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കുന്നതിലാണ് മഹത്വം. അത്തരത്തിൽ ലഭിക്കുന്ന ഒരു സഹായവും തിരിച്ചു നൽകി കടം വീട്ടുവാൻ കഴിയുന്നതുമല്ല. മാതൃത്വത്തിന് പകരം എന്ത് പകരം നൽകി കടം തീർക്കും? പിച്ചുവെച്ച നാൾ മുതൽ മുന്നിലും പിന്നിലും കവചം തീർത്ത് പോറ്റി വളർത്തിയ പിതൃത്വത്തിന് എന്ത് പകരം നൽകി കടം വീട്ടും? ശിലയെ ശില്പമാക്കിയ കരവിരുത് പോലെ നമ്മളെ നമ്മളാക്കിയ പ്രകൃതിക്ക് എന്ത് പകരം നൽകി കടം വീട്ടും? എല്ലാ കടങ്ങളും തീർക്കാൻ ഒരു വഴിയേയുള്ളൂ, നന്ദിയുടെ വഴി, കൃതജ്ഞതയുടെ വഴി.